ഓക്കെ, അടുത്തത് യങ്സ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. സിംഗിൾ സ്ലിറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞതായിരുന്നു എങ്ങനെയാ വരുന്നത്. അപ്പൊ ഡബിൾ സ്ലിറ്റും ശ്രദ്ധിക്കും, ഡബിൾ സ്ലിറ്റും സിംഗിൾ സ്ലിറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താ വരിക? മറ്റതിന് രണ്ട് സ്ലിറ്റ് ഉണ്ടായിരുന്നു അല്ലെ, അതായത് ഒരു മോണോക്രോമ, ഒരു സോഴ്സിൽ നിന്ന് സ്ലിറ്റിലേക്ക് നമ്മളിവിടെ രണ്ട് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ലിറ്റിലേക്ക് ലൈറ്റ് വരുന്നു, ഇവിടെ നിന്നാണ് ലൈറ്റ് സ്പ്രെഡ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ പറഞ്ഞത്. സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? ഒരൊറ്റ സ്ലിറ്റായി ഉണ്ടാവുന്നത്. ആ ഒരൊറ്റ സ്ലിറ്റിൽ നിന്നാണ് എന്ത് വരുന്നത്? ലൈറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേറെ തിയറി എന്താ പറയാ, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിച്ചു പോകാനില്ല. എക്സ്പെരിമെന്റിന്റെ ഡെറിവേഷൻ ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇക്വേഷൻ എങ്ങനെയാ വന്നതെന്ന് പോലും പറയണ്ട. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ കേസിൽ ഞാൻ ഡെറിവേഷൻ ഫുള്ള് പഠിപ്പിച്ചായിരുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് വേണമെന്നില്ല. എനിക്ക് തോന്നുന്നു സിലബസ് അനുസരിച്ച് ജസ്റ്റ് ഇക്വേഷൻ മാത്രം മതി, അത്രയും പഠിച്ചു പോയാൽ മതി. അതുപോലെ ഇപ്പൊ സിംഗിൾ സ്ലിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കൊരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് യൂസ് ചെയ്യുക. മോണോക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുക? സിംഗിൾ വേവ് ലെങ്ത് ഉള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക, മോണോക്രോമാറ്റിക് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ മോണോക്രോമാറ്റിക് ലൈറ്റിന്? ലേസർ കണ്ടിട്ടില്ലേ? ലേസർ പോയിന്റർ, അത് കണ്ടിട്ടില്ല? അതിൽ എന്ത് ലൈറ്റാ വരുന്നത്? മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റ്. ആ മോണോക്രോമാറ്റിക് ലൈറ്റ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നു. ഇവിടെ ഒരു സ്ക്രീൻ പോലെ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ ഒരു സ്ലിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. സ്ലിറ്റ് മീൻസ് ഒരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു ഹോളിൽ കൂടെ ലൈറ്റ് വരുന്നു, ബെൻഡ് ചെയ്യുന്നു, സ്പ്രെഡ് ആവുന്നു. അതാണ് മെയിൻ കൺസെപ്റ്റ്. മനസ്സിലായ? മറ്റേതിൽ എന്താ സംഭവിച്ചത്? ഡബിൾ സ്ലിറ്റുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഡബിൾ സ്ലിറ്റിൽ സോഴ്സ് ഓഫ് ലൈറ്റ് വരുന്നു, രണ്ട് ഹോളിലേക്ക് കയറുന്നു, ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നു, ഇന്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ കണ്ടീഷൻസ് എന്തൊക്കെയാ പഠിച്ചത്? പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടിയ ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടിയില്ലേ? ആ പാറ്റേൺ എങ്ങനെയായിരുന്നു? ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡാർക്ക് ബ്രൈറ്റ് അങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മൾ ഒബ്സർവ് ചെയ്തു. കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ബാൻഡും കണ്ടീഷൻ ഫോർ ഡാർക്ക് ബാൻഡും നമ്മൾ പഠിച്ചു. പിന്നെ ബാൻഡ് വിഡ്ത്ത് എന്താന്ന് പഠിച്ചു. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്തായി, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്താന്നൊക്കെ നമ്മൾ നോക്കി. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രൈറ്റ് ബാൻഡ് ആണോ ഡാർക്ക് ബാൻഡ് ആണോ വരിക? ബ്രൈറ്റ് വരും. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡാർക്ക് ബാൻഡ് ആണ് വരിക. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ടു കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, രണ്ട് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എൻ ലാംഡ. ഇതൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ? അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. മറ്റേതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഒരു ബ്രൈറ്റ് പാറ്റേൺ ഞാൻ വരച്ചു ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡാർക്ക് ബ്രൈറ്റ് എന്ന് പറഞ്ഞ പാറ്റേൺ ഇങ്ങനെ വരച്ച് കാണിച്ചായിരുന്നു. ഓക്കെ, ഇവിടത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു മോണോക്രോമാറ്റിക് സോഴ്സിൽ നിന്ന് ലൈറ്റ് വരുന്നു. അപ്പൊ ലേസർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന പാറ്റേണിന് സെന്ററിൽ മാത്രമായിരിക്കും മാക്സിമം ബ്രൈറ്റ്നസ് ഉണ്ടാവുക. സെന്ററിൽ മാത്രം മാക്സിമം വരുന്നു. ഓക്കെ, അതിനെ നമ്മൾ സെന്റർ മാക്സിമം എന്ന് പറയും. ഇപ്പൊ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? ഈ സെന്ററിലാണ് എന്ത് വരിക? മാക്സിമം വരിക. ബാക്കിയെല്ലാം എന്തായിരിക്കും? കുറവായിട്ടായിരിക്കും വരിക. സെന്ററിൽ മാക്സിമം ബ്രൈറ്റ്നസ് ആയിരിക്കും കാണിക്കുന്നത്. ഇത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇത്രയും ഒരു സ്ലിറ്റ് മാത്രമേ വരുന്നുള്ളൂ. സെന്ററിലായിരിക്കും എന്തുണ്ടാവുക? മാക്സിമം വരിക. ഒരു ഇക്വേഷൻ കൂടെ വരുന്നുണ്ട്. അപ്പൊ മാക്സിമക്കും മിനിമക്കും ഇക്വേഷൻ വരുന്നുണ്ട്. മാക്സിമം എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടീഷൻ ഫോർ മാക്സിമം എന്ന് പറയുമ്പോഴത്തേക്കും 0 ആയിട്ടായിരിക്കും വരിക. കണ്ടീഷൻ ഫോർ മിനിമം എന്ന് പറയുമ്പോൾ എ സൈൻ തീറ്റ ഈക്വൽ ടു എം ലാംഡ. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലിറ്റിന്റെ വിട്ട്, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്, എം എന്ന് പറയുന്നത് ഇന്റഗ്രൽ ആയിരിക്കും. +or-1 +or-2 +or-3. ബേസിക് കൺസെപ്റ്റ് മാത്രം മതി. ഇക്വേഷൻ നമുക്ക് കൂടുതലും പ്രോബ്ലംസ് ഇവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. നേരത്തെ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം വരെ പോളറൈസേഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ഡെലീറ്റഡാ. അതുകൊണ്ട് അതിൽ നിന്നൊന്നും നമുക്കില്ല. ആകെ ചോദിക്കുന്ന ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഡബിൾ സ്ലിറ്റ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് തന്നെ പഠിക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കും, ലോ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ അത് നോക്കി വെക്കുക. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ ഞാൻ ഡെറിവേഷൻ ഫുള്ള് കാണിച്ചായിരുന്നു. പക്ഷെ അത്രയൊന്നും വേണോന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു ഏരിയ കാണിച്ചു തന്നിട്ട് ഞാൻ പറഞ്ഞില്ല, അവിടെ തൊട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞില്ലേ? നന്ദനം ചെയ്യൊക്കെ ഉണ്ടായിരുന്നല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അവിടെ തൊട്ട് നോക്കിയാൽ മതി. കണ്ടീഷൻ ഫോർ മാക്സിമം അല്ലെ കണ്ടീഷൻ ഫോർ മിനിമം, അവിടെ തൊട്ട് നോക്കിയാൽ മതി. ഫുൾ ഡെറിവേഷൻ നോക്കണ്ട. കാണാത്തവര് റെക്കോർഡ് എടുത്തൊന്ന് കണ്ടു നോക്ക്. ഫുള്ള് കണ്ടില്ലെങ്കിലും ജസ്റ്റ് ആ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് മാത്രം നോക്കുക. ബാക്കി മെറ്റീരിയൽ എടുത്ത് നോക്കുക. മെറ്റീരിയൽ എടുത്ത് നോക്കിയിട്ട് മനസ്സിലാവാത്തത് മാത്രം ആ വീഡിയോ ജസ്റ്റ് കണ്ടു നോക്ക്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ നോട്ട്, സിംഗിൾ സ്ലിറ്റിന്റെ നോട്ട് എഴുതിക്കോ. സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. Single slit experiment demonstrates
single slit experiment demonstrates the diffraction of light. Single slit experiment demonstrates the diffraction of light. Diffraction means എന്താ മീൻ ചെയ്യാ? bending and spreading. അപ്പൊ ഒരു ഡാഷ് ഇട്ട് എഴുതിക്കോ. diffraction of light means bending and spreading of light. bending and spreading of light waves എന്ന് എഴുതിക്കോ. bending and spreading of light waves when they pass through a narrow opening. bending and എവിടെ വരെ എത്തി? bending and spreading of light when they pass through a narrow opening. It shows that okay, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താ എഴുതി വെച്ചേക്കുന്നത്? പോയിന്റ് ഒന്ന് പഠിച്ചെങ്കിൽ പോയിക്കേ. ഫസ്റ്റ് എന്താ എഴുതി വെച്ചേക്കുന്നത്? സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഡെമോൺസ്ട്രേറ്റ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ബെൻഡിങ് ആൻഡ് സ്പ്രെഡിങ് ഓഫ് ലൈറ്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സെക്കൻഡ് പോയിന്റ് എന്താ എഴുതി തുടങ്ങിയത് നമ്മള്? ഇറ്റ് ഷോസ് ദാറ്റ് ഇവിടെ എന്താണ്, ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഈ സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താ ഈ സോഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. സോഴ്സിൽ നിന്ന് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ടിൽ പറ. മോണോക്രോമാറ്റിക് ലൈറ്റ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹീറ്റ് ഒന്നും അല്ലല്ലോ, മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് എന്താ സംഭവിച്ചേക്കുന്നത്? റിസൾട്ടിൽ നമുക്ക് കിട്ടിയ പാറ്റേൺ എന്ന് പറയുന്നത് എന്ത് പാറ്റേൺ ആയിട്ടാണ് കിട്ടിയേക്കുന്നത്? എന്ത് പാറ്റേൺ ആ പറഞ്ഞോ? എന്താണ്? മിഡിൽ മാക്സിമം ആയിട്ട് ഒരു സെൻട്രൽ മാക്സിമം പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പാറ്റേണിന്റെ ഷേപ്പ് എന്താ? ഇതെന്തായിട്ടായിരിക്കുന്നത്? വേവ് ആണ് അല്ലെ? അപ്പൊ നോക്കിക്കേ. അപ്പൊ ഇറ്റ് ഷോസ് ദാറ്റ് ലൈറ്റ്, ഇവിടെ ലൈറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ലൈറ്റ് എന്തായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി? അവസാനം കഴിഞ്ഞപ്പോ വേവ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇറ്റ് ഷോസ് ദാറ്റ് ലൈറ്റ് ബിഹേവ് ആസ് എ വേവ്. അപ്പൊ അടുത്ത പോയിന്റ് എഴുതിക്കോ. ഇറ്റ് ഷോസ് ദാറ്റ് light behaves as a wave. ഓക്കെ, അടുത്തത് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് കൊടുത്തു. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നോട്ട് പറയുന്നു പോകുന്നേ ഉള്ളൂ. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എ നാരോ സ്ലിറ്റ് എന്താന്ന് മനസ്സിലായല്ല? ആ ഒരു ഹോള്. എ നാരോ സ്ലിറ്റ് is illuminated by monochromatic light. A narrow slit illuminated by monochromatic light. Monochromatic light എന്താന്ന് ബ്രാക്കറ്റിൽ എഴുതിക്കേ. monochromatic light of single wavelength. Monochromatic light means light of single wavelength. എക്സാമ്പിൾ എന്താ? ഇതിന്റെ മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ എക്സാമ്പിൾ എന്താ? ലേസർ. അപ്പൊ എഴുതിക്കോ. എക്സാമ്പിൾ ലേസർ. ഓക്കെ, ഇനി ആ ഡിഫ്രാക്ട് ചെയ്ത ലൈറ്റ് നമുക്ക് എവിടെയാ കാണാൻ പറ്റുന്നത്? അതായത് സോഴ്സ് ഇവിടെ വെച്ചു, സോഴ്സിന് നമ്മൾ ഇവിടെ ഒരു വെച്ചിട്ടുണ്ട്, അവിടെ നമുക്കൊരു സ്ലിറ്റ് കാണുന്നുണ്ട്. ആ സ്ലിറ്റിൽ കൂടെ ലൈറ്റ് പോയിട്ട് നമ്മൾ ഇതിനെ എന്താ പറയുന്നത്? സ്ലിറ്റും സ്ക്രീനും. അപ്പൊ ഡിഫ്രാക്റ്റഡ് ലൈറ്റ് ഈസ് പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ. അപ്പൊ സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ആദ്യം തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡിഫ്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ബെൻഡിങ് ആൻഡ് സ്പ്രെഡിങ് ഓഫ് ലൈറ്റ് വെൻ ദേ പാസ് ത്രൂ എ നാരോ മീഡിയം നമ്മൾ പറഞ്ഞു. ആൻഡ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത് ഇവിടെ നടക്കുന്ന പ്രോസസ് എന്താ? ലൈറ്റ് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു? അറ്റ് ദ എൻഡ് ഇറ്റ് ബിഹേവ് ആസ് എ വേവ്. അത് നമ്മൾ പറഞ്ഞു. ഇനി ആ സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ മോണോക്രോമാറ്റിക് ലൈറ്റ് സ്ലിറ്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. മോണോക്രോമാറ്റിക് മീൻസ് ലൈറ്റ് ഓഫ് സിംഗിൾ വേവ് ലെങ്ത് സ്ലിറ്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. ഈ പാസ് ചെയ്ത് പോകുന്ന ലൈറ്റ് പ്രൊജക്റ്റഡ് ആവുന്ന എവിടെയാണ്? സ്ക്രീനിൽ. അപ്പൊ എഴുതിക്കോ. The diffracted light is projected on a screen. Is projected on a screen placed behind the slit. Is projected on a screen placed behind the slit.
The pattern consists of bright and dark fringe. ബ്രൈറ്റും ഡാർക്ക് ഫ്രിഞ്ചും ഉണ്ടാവും, പക്ഷെ മാക്സിമം വരുന്നത് എവിടെയാന്ന് മാത്രമേ ഉള്ളൂ, സെന്ററിലാണ് മാക്സിമം വരിക. The pattern consists of bright and dark fringe. The pattern consists of bright and dark fringe. Bright and dark fringe due to interference of diffracted wave. കണ്ടീഷൻ ഫോർ മിനിമ മിനിമ എന്ന് എഴുതിയിട്ട് ഇത് എഴുതിക്കോ. മിനിമ എന്ന് പറയുമ്പോൾ ഡാർക്ക് ആയിരിക്കോ ബ്രൈറ്റ് ആയിരിക്കോ? ഡാർക്ക്. അപ്പൊ കണ്ടീഷൻ ഫോർ മിനിമ, ഡാർക്ക് ഫ്രിഞ്ച്. എഴുതിക്കോട്ടോ. എം എന്ന് പറഞ്ഞ ഒരു ഇന്റഗ്രൽ നമ്പർ ആയിട്ട് വരത്തില്ല, നമ്മൾ എൻ എഴുതൂലേ, അതുപോലെ തന്നെ ഇതിന്റെ കേസിൽ എം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. എന്താണ് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ബിറ്റ്വീൻ ദം, അതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ. ഏതിന്റെയാ? പാറ്റേണിന്റെ ഇടയിലായിട്ട് വരുന്ന ഡിഫറൻസ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എഴുതിക്കോ. ഇത് എഴുതിയില്ല. ഇനി കണ്ടീഷൻ ഫോർ മാക്സിമ. മാക്സിമ എന്ന് പറഞ്ഞാൽ സെൻട്രൽ മാക്സിമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പൊ തീറ്റ ഈക്വൽ ടു 0. തീറ്റയുടെ വാല്യൂ 0 ആയതുകൊണ്ടാണ് അത് മാക്സിമം കണ്ടീഷൻ കാണിക്കുന്നത്. സെൻട്രൽ മാക്സിമ തീറ്റ ആയിരിക്കും, ബാക്കി അതർ മാക്സിമ എഴുതും. കണ്ടീഷൻ ഫോർ മാക്സിമ, സെൻട്രൽ മാക്സിമ തീറ്റ ഈക്വൽ ടു 0. ഇതിന്റെ ബിഹൈൻഡ് ദ തിയറി എന്താണെന്നോ അത്രയും നോക്കി വെക്കണ്ട. ഇത്രയും ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി, പിന്നെ പറഞ്ഞു പോയെന്നുള്ളൂ. അതർ മാക്സിമ occur approximately midway between two minima. ഇനി അടുത്തൊരു പോയിന്റ് എഴുതിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. Central bright fringe occur in the middle. 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 ഇനി അടുത്തത് alternative bright and dark fringe. Alternative bright and dark fringe on both sides. ഫിഗർ ഞാൻ ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് വരച്ചാണ് ചെയ്തത്.
എന്താ വരച്ചേക്കണെന്ന് മനസ്സിലായ? വലിയ കുഴപ്പമൊന്നുമില്ല, സംഭവം മനസ്സിലായാൽ മതി. ഓക്കെ, നോക്കിക്കേ, ഇത് കണ്ട ഒരു സോഴ്സ് ചെയ്യുന്ന ആ വേവ് കണ്ടിട്ടായിരിക്കുമല്ലോ ഇത്രയും പ്രശ്നം. അത് നേരെ നോക്കിയാൽ മതി. ഓക്കെ, ശ്രദ്ധിക്കേ, ശ്രദ്ധിച്ചേ, റേ ഓഫ് ലൈറ്റ് വരുന്നു, സിംഗിൾ സ്ലിറ്റ് ആയതുകൊണ്ട് ഒരു ഹോള് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ എഴുതി വെച്ചേക്കുന്നത്? ഡിഫ്രാക്റ്റഡ് വേവ് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. ബെൻഡിങ് ആൻഡ് സ്പ്രെഡിങ് നടക്കും. ബെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യുന്നു, ലൈറ്റ് സ്പ്രെഡ് ചെയ്ത് പോകുന്നു. നമുക്ക് കിട്ടുന്ന സ്ക്രീനില് എങ്ങനെയായിരിക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റുക? സെന്ററിൽ മാത്രം എന്തായിട്ട് നിൽക്കും? ഇത് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും, അതായത് മാക്സിമം കാണിക്കും. ബാക്കി ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡാർക്ക് ബ്രൈറ്റ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഇങ്ങനെ കാണിക്കാനാണെങ്കിൽ, ഇപ്പൊ സർക്കിൾ വരച്ച് നമ്മൾ കാണിക്കാനാണെങ്കിൽ ഒരെണ്ണം ബ്രൈറ്റ്, ഒരെണ്ണം ഡാർക്ക് ബ്രൈറ്റ് അങ്ങനെ പോകും. പക്ഷെ സെന്ററിലുള്ളത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും സെന്ററിൽ കാണിക്കുന്നത്. അതായത് സെന്റർ പോർഷനിൽ മാത്രം ഇപ്പൊ ലൈറ്റ് അടിച്ച് കാണിക്കാനാണെങ്കിൽ സെന്റർ പോർഷനിൽ മാത്രം മാക്സിമം ആയിട്ട് കാണിക്കും. ബാക്കിയുള്ളതെല്ലാം ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവിടെ ഉണ്ട്. നമുക്ക് മനസ്സിലാവും, ഡിഫറൻസ് മനസ്സിലാവും. ഡാർക്ക് ബ്രൈറ്റ് ആയിട്ട് പോകും. പക്ഷെ സെന്ററിൽ എന്തായിരിക്കും? നല്ല ഇതിൽ നിൽക്കും, മാക്സിമം ഇന്റൻസിറ്റിയിൽ വേണം സെന്ററിൽ നിൽക്കാൻ. അതാണ് ഈ ഉദ്ദേശിച്ചേക്കുന്നത്. ജസ്റ്റ് റഫ് ആയിട്ട് വരച്ച് കാണിച്ചാൽ മതി. ഈ ഗ്രാഫാണ് ഇമ്പോർട്ടന്റ്. മെറ്റീരിയൽ തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഗ്രാഫ്. അതായത് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് വരച്ചിട്ടോ. ഇതോടെ ചാപ്റ്റർ കഴിഞ്ഞ് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഒരെണ്ണം കൂടി എഴുതി വെച്ചോ, ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ സ്ലിറ്റ് ആൻഡ് ഡബിൾ സ്ലിറ്റ്. അതുകൂടെ എഴുതി വെച്ചോ, എന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാവും. ഓക്കെ, ഇനി എഴുതിക്കോ. രണ്ട് കോളമായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരെണ്ണം ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിലുള്ള ഇത് എഴുതിയാൽ മതി. ഇന്റർഫറൻസ് ഡിഫ്രാക്ഷൻ. അല്ല, മെറ്റീരിയൽ കിട്ടിയിട്ടില്ല. മെറ്റീരിയൽ നോക്കിക്കോളൂ. അത് പ്രോബ്ലത്തിലേക്ക് പോയിക്കോട്ടെ. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇപ്പൊ പറയാനാണെങ്കിൽ ഞാൻ അത് തന്നെ ഡിഫറൻസ് പറയും. നമ്മൾ ഫസ്റ്റ് വൺ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പീരിയൻസിൽ നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഇന്റർഫറൻസ് പാറ്റേണിന്റെ പ്രത്യേകത എന്തായിരുന്നു? എല്ലാ ബ്രൈറ്റ് ബ്രാഞ്ചും അതുപോലെ തന്നെ ബ്രൈറ്റ് ഫ്രിഞ്ചും ഡാർക്ക് ഫ്രിഞ്ചും എങ്ങനെയാണ് നിർണ്ണയിച്ചത്? ഇന്റൻസിറ്റി എങ്ങനെയായിരുന്നു? അതിന്റെ ഇന്റൻസിറ്റി എങ്ങനെയായിരുന്നു? സെയിം ആയിരുന്നു. ഇനി ബാൻഡ് വിഡ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചപ്പോ എന്താ കിട്ടിയത്? ചെയ്ത് നോക്കിയില്ലായിരുന്ന ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈക്വൽ ടു എന്താ ഇക്വേഷൻ കിട്ടിയ? മാനസൊക്കെ ഉണ്ടായിരുന്നില്ലേ? മാനസും ബിലാലൊക്കെ ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷനെ ബീറ്റ ഈക്വൽ ടു എന്താ കിട്ടിയ? ലാംഡ ഡി ബൈ ഡി എന്ന് നമുക്ക് കിട്ടി. അതായത് എല്ലാത്തിലും സെയിം അല്ലേ കിട്ടിയത്? നമ്മൾ പലതെടുത്ത് ചെയ്ത് നോക്കി. അതായത് ഫസ്റ്റ് ഇങ്ങനെ കിട്ടിയ പാറ്റേണിൽ നിന്ന് ഫസ്റ്റ് വണ്ണും അതുപോലെ തന്നെ അടുത്തടുത്ത് വരുന്ന രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ച് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുത്ത് നോക്കി. അപ്പൊ നമുക്ക് കിട്ടിയത് ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി തന്നെ നമുക്ക് കിട്ടി. അടുത്ത് നോക്കിയപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? ലാംഡ ഡി ബൈ ഡി. അത് ഏതിന്റെയൊക്കെ ഡിഫറൻസ് എടുത്താലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫൈനലി എന്ത് തന്നെ കിട്ടും? ഇത് കിട്ടാത്തവര് ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിലെ ഈ റെക്കോർഡ് ഒന്ന് കണ്ടു നോക്കട്ടെ. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഈ ചാപ്റ്ററിൽ അതൊന്ന് കണ്ടു നോക്കണേ. ബാക്കിയുള്ളവർക്ക് ഓക്കെയോ? ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി തന്നെ കിട്ടി. ഇനി അടുത്തത് അതുപോലെ തന്നെ അടുത്ത രണ്ട് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് തമ്മിലുള്ള നോക്കിയാൽ നമുക്ക് ഇക്വേഷൻ എന്ത് തന്നെ വന്ന് ലാസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്തതല്ലേ? ബീറ്റ ഈക്വൽ ടു അതിന്റെ എന്ത് തന്നെ വന്നത്? ലാംഡ ഡി ബൈ ഡി തന്നെ വന്നു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ എന്താ? എല്ലാത്തിന്റെയും വിഡ്ത്ത് എങ്ങനെയാ വരുന്നത്? അതിൽ നമ്മൾ നോക്കിയപ്പോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് രണ്ടെണ്ണം എടുത്താലും നമുക്ക് ഡിഫറൻസ് എടുത്ത് വരുമ്പോൾ ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി തന്നെ കിട്ടും. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്ന ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി തന്നെ കിട്ടും. രണ്ടെണ്ണം തമ്മിലുള്ള വിഡ്ത്ത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എല്ലാത്തിന്റെയും വിഡ്ത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടായാലും ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടായാലും എല്ലാത്തിന്റെയും ഫ്രിഞ്ച് വിഡ്ത്ത് എന്തായിരിക്കും വരാ?
സെയിം ആയിട്ടായിരിക്കും വിട്ട് വരിക. ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത് അങ്ങനെയുള്ള പാറ്റേൺ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്റർഫറൻസിന്റെ പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ല. ഡബിൾ സ്ലിറ്റ് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു എല്ലാം സെയിം ആയിട്ടുള്ള രീതിയിലാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോഴും നമുക്ക് എന്ത് തന്നെ ആയിട്ട് കിട്ടി? സെയിം തന്നെ ആയിട്ട് കിട്ടി. പക്ഷേ ഇവിടത്തെ ഡിഫറൻസ് എന്താ വരിക? ഇവിടെ വന്ന് കിട്ടി, ഇവിടെ കിട്ടിയിരിക്കുന്ന പാറ്റേൺ, അതായത് നിങ്ങൾ പാറ്റേൺ തമ്മിൽ ഒബ്സർവ് ചെയ്ത് നോക്ക്. അതായത് ഫസ്റ്റ് നമ്മൾ ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത്, നേരത്തെ നമ്മൾ പഠിച്ചത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമുക്ക് പഠിച്ചപ്പോൾ കിട്ടിയ പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാ പാറ്റേൺ ഇരുന്നേച്ചത്. ഞാൻ വരച്ച് കാണിച്ചു തന്നതായിരുന്നു. ഇങ്ങനെയല്ലേ പാറ്റേൺ ഇരുന്നേച്ചത്? ഒരെണ്ണം ഡാർക്ക്, ഒരെണ്ണം ബ്രൈറ്റ്, പിന്നെ ഒരെണ്ണം ഡാർക്ക്, ഒരെണ്ണം ബ്രൈറ്റ്. ഇതിന്റെ എല്ലാത്തിന്റെയും വിട്ടും ഇന്റൻസിറ്റി എല്ലാം എന്താ? സെയിം ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ നോക്കിക്കേ, ഇത് സെയിം ആണോ? എല്ലാം സെയിം ആണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്? അല്ല. സെന്ററിൽ എങ്ങനെയാ വന്നിരിക്കുന്നത്? മാക്സിമം. ബാക്കിയുള്ളതെല്ലാം കുറഞ്ഞു 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 വരും. എക്സ്പെരിമെന്റ് കാണിച്ചു തന്നാൽ കുറച്ചുകൂടെ മനസ്സിലാവുമായിരുന്നു. പറ്റുമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഇത് വെച്ച് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും സെന്ററിൽ മാത്രം മാക്സിമം എന്തുണ്ടാവും? ബ്രൈറ്റ്നസ് ഉണ്ടാവും. നല്ല ഇന്റൻസിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പൊ ഇതൊരു സ്ക്രീനാന്ന് വിചാരിക്കാം, ഞാൻ ലേസർ വെച്ചിട്ട് മോണോക്രോമാറ്റിക് ലൈറ്റ് വെച്ചിട്ട് സിംഗിൾ സ്ലിറ്റ് വെച്ച് കാണിക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ പാറ്റേണിൽ എനിക്ക് കാണാൻ പറ്റുന്നത് സെന്ററിൽ മാത്രം നല്ല ഡാർക്ക് ആയിട്ട് കാണാൻ പറ്റും. ബാക്കി ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തുണ്ട്? ബ്രൈറ്റ് ഡാർക്ക് വരുന്നുണ്ടെങ്കിലും അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കും. ഓരോ സ്റ്റേജ് എത്തുമ്പോഴും ഇങ്ങനെ ആയിരിക്കും കിട്ടാൻ. നോക്കിക്കേ, ഈ പാറ്റേൺ കണ്ട, സെന്ററിൽ നല്ല ഡാർക്ക് ആയിട്ട് ലൈറ്റ് കാണാൻ പറ്റും, പിന്നെ കുറച്ചുകൂടി കാണാൻ പറ്റും, പിന്നെ ബ്രൈറ്റ് ഡാർക്ക് ആയിട്ട് വരും. പക്ഷെ പോകുന്തോറും ഇതിവിടേക്ക് എത്തിക്കഴിയുമ്പോൾ എന്തായിരിക്കും? ഒന്നും ഉണ്ടാവാൻ പോണില്ല, കുറഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കും. പക്ഷെ മറ്റേ കേസിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടെ തൊട്ടുള്ളത് നോക്കിയാലും അറ്റം വരെ താഴെ വരെയുള്ള എടുത്താലും എല്ലാത്തിന്റെയും ഇന്റൻസിറ്റി എന്തായിരിക്കും? സെയിം തന്നെയായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. എഴുതണമെന്നുണ്ടെങ്കിൽ ടേബിൾ വരച്ച് അങ്ങനെ എഴുതിക്കോ, അല്ലെങ്കിൽ മെറ്റീരിയൽ നോക്കി പഠിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ. എന്തേ മെറ്റീരിയൽ നോക്കി പഠിച്ചോളൂ, മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ടേബിൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന പോളറൈസേഷൻ തൊട്ട് ഡെലീറ്റഡ്, അതുകൊണ്ട് ഇതൊന്നും നോക്കണ്ട, ഇവിടെ വരെയുള്ളത് പഠിച്ചാൽ മതിയെ. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർഫറൻസ് പാറ്റേൺ ആൻഡ് ഡിഫ്രാക്ഷൻ പാറ്റേൺ, അവിടെ വരെയുള്ളത് നോക്കുക. പോളറൈസേഷൻ നിങ്ങൾക്ക് ഇല്ല, ഡെലീറ്റഡ് ആ, അത് നോക്കണ്ട. ഇനി പ്രോബ്ലംസ് എഴുതിക്കോ വേഗം. 2-3 പ്രോബ്ലം ചെയ്തിട്ട് എനിക്ക് അടുത്ത ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കാനുള്ളതാണ്. വേഗം വേഗം ചെയ്യണോട്ടാ. പഠിച്ച ഇക്വേഷൻ തന്നെ മതി തൽക്കാലം. ഇപ്പൊ വേഗം എഴുതിക്കേ. In a Young's double slit experiment, the slits are repeated. At 0.24 millimeter. The slits are repeated at 0.24 millimeter. The screen is 1.2 meter away. The screen is 1.2 meter away from the slit. The fringe width is 0.03 centimeter. The fringe width is 0.03 centimeter. Calculate the wavelength of the light. Used in the experiment. Calculate the wavelength of the light used in the experiment. Okay, എന്തെങ്കിലും മനസ്സിലായോ? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. പിന്നെ വരുന്നത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ക്വസ്റ്റ്യൻ കണ്ടു, എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് the slits are repeated. അപ്പൊ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എങ്ങനെയാ വന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ എന്താ സംഭവിച്ചത്? ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇല്ലാത്തവർ ശ്രദ്ധിച്ചോട്ടാ. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഞാൻ ചെറുതായിട്ട് പറയാൻ പോണേ. അപ്പൊ നോക്കിക്കേ, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. നേരത്തെ ഒരു സ്ലിറ്റ് ആയിരുന്നു, ഇവിടെ എത്ര സ്ലിറ്റ് വരുന്നുണ്ട്? 2 സ്ലിറ്റ് വരുന്നുണ്ട്. മനസ്സിലായ? അപ്പൊ ലൈറ്റ് വരുന്നു, ആ ലൈറ്റ് ഇങ്ങോട്ടും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഈ സ്ലിറ്റിൽ കൂടെയും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്നും ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഈ സ്ലിറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു? ലൈറ്റ്
സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ രണ്ട് സ്ലിറ്റ് ഉണ്ട്. അപ്പൊ രണ്ട് സ്ലിറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നു. നമ്മളിവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ രണ്ട് എക്സ്പെരിമെന്റിലും മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാ? സോഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ലിറ്റ് വരുന്നുണ്ട്, സ്ക്രീൻ വരുന്നുണ്ട്. ഓക്കെ, എക്സ്പെരിമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. നോക്കിക്കോ. അപ്പൊ സ്ക്രീൻ വരുന്നുണ്ട്. ഇനി ഈ സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ ഡി ആയിട്ട് എടുക്കാറ്. സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ഡി. ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ഡി. ഇനി ഈ സ്ലിറ്റും അതുപോലെ തന്നെ ഈ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഡി ആയിട്ട് എടുക്കാറ്. ഓക്കെ, ഇനി നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്, നേരത്തെ കണ്ട പാറ്റേൺ മനസ്സിലായല്ലോ, ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡാർക്ക് ലൈറ്റ് ഡാർക്ക് ലൈറ്റ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായി? ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ കണ്ടീഷൻ ഫോർ മാക്സിമം ഉണ്ട്, കണ്ടീഷൻ ഫോർ മിനിമം ഉണ്ട്. അത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പ്രോബ്ലം വരുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് ഫ്രിഞ്ച് വിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഫ്രിഞ്ച് വിട്ട് പിന്നെ തന്നിട്ടുണ്ട്. ഫ്രിഞ്ച് വിട്ട് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ഡാർക്ക് അല്ലേ, ഇതും ഒരു ഡാർക്കാണ്. ഓക്കെ, ഇതൊരു ലൈറ്റ് ആണ്, ഇതൊരു ലൈറ്റ് ആണ്. രണ്ട് ഡാർക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ ഫ്രിഞ്ച് വിട്ട് എന്ന് പറയാം. ദാറ്റ് ഇസ് ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ ആട്ടോ എങ്ങനെയാ വന്നത്, ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ഇനി രണ്ട് ലൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഡാർക്ക് തമ്മിലുള്ള ഡിഫറൻസും ലൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടാൻ പോകുന്നത് ബീറ്റ ലാംഡ ഡി ബൈ ഡി. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത്രയും കാര്യങ്ങൾ. അപ്പൊ എക്സ്പെരിമെന്റ് അറിയില്ലെങ്കിൽ ജസ്റ്റ് എക്സ്പെരിമെന്റിലേക്ക് ഒന്ന് വരിക, എന്നിട്ട് മാത്രം പ്രോബ്ലം ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ദ സ്ലിറ്റ്സ് ആർ റിപ്പീറ്റഡ് അറ്റ് 0.24 millimeter. അപ്പൊ എന്താ പറയുന്നത്? സ്ലിറ്റ്സ് ആർ റിപ്പീറ്റഡ് അറ്റ് 0.24 millimeter എന്ന് പറയുമ്പോൾ ഏത് ക്വാണ്ടിറ്റി ആണ് തന്നേക്കുന്നത്? ഇവിടെ 0.24 millimeterലാണ് അടുത്ത സ്ലിറ്റ് വന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്ലിറ്റ് ഇവിടെ ആണെങ്കിൽ 0.24 കഴിഞ്ഞിട്ടാണ് അടുത്ത സ്ലിറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്ലിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് നമുക്ക് തന്നിരിക്കുന്നത്? 0.24 എന്ന് തന്നേക്കുന്നത്. അപ്പൊ ഡിയുടെ വാല്യൂ ഡി ഈസ് ഈക്വൽ ടു 0.24 millimeter. അടുത്ത ക്വാണ്ടിറ്റി, അടുത്ത എന്താ? ബാക്കി വായിച്ച് മില്ലിമീറ്ററിനെ മീറ്ററിലേക്കൊക്കെ മാറ്റണേ. ദ സ്ക്രീൻ ഈസ് 1.2 meter away from the slit. അപ്പൊ എന്തായിരിക്കും മീൻ ചെയ്യാ? സ്ക്രീൻ ഏതാ? ഇതാണ് സ്ക്രീൻ. സ്ക്രീൻ ഈസ് 1.2 meter away from the slit. അപ്പൊ അവിടെ തന്നേക്കുന്ന ക്വാണ്ടിറ്റി ഏതാ? ക്യാപിറ്റൽ ലെറ്റർ ഡി അല്ലേ തന്നേക്കുന്നത്? ഇതാണ് നമ്മുടെ സ്ക്രീൻ. സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. അതാണ് അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഡി ഈസ് ഈക്വൽ ടു 1.2 meter. പിന്നെ അടുത്ത ക്വാണ്ടിറ്റി എന്താ തന്നിരിക്കുന്നത്? ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് 0.03. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞെങ്കിൽ ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താ? ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ബീറ്റ ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ത്? 0.03 സെന്റിമീറ്റർ മില്ലിമീറ്റർ, സെന്റിമീറ്റർ. ഇങ്ങനെ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അപ്പൊ കണ്ടുപിടിക്കേണ്ട എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ ഏതാ? ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ഇവിടെ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലാംഡയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലാംഡ ഡി ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഡി ആൻഡ് ലാംഡ ഈസ് ഈക്വൽ ടു ബീറ്റ ഡി ബൈ ഡി. ഇത് വേഗം സോൾവ് ചെയ്തേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സോൾവ് ചെയ്യാം. എന്തോ 6 into 0 10 raised to minus 7 minus 8 വന്നോ? നോക്കട്ടെ. എല്ലാം മീറ്റർ ആക്കണം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താ? മീറ്റർ. മീറ്ററിൽ വേണം എല്ലാം വരെ.
ഞാൻ 0.03 എന്നാണല്ലേ പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് 10⁻⁻8 കിട്ടിയത്. ശരിയാ, ഞാൻ ബുക്കിൽ എഴുതിയ 0.3 എന്നായിരുന്നു. അപ്പൊ കറക്റ്റാ, കിട്ടിയില്ല ആൻസർ. 6 × 10⁻⁸ എത്ര കിട്ടിയേ? -8. കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാൻ കഴിഞ്ഞില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. പ്രോബ്ലം ചെയ്യണ നല്ലതല്ലേ, പെട്ടെന്ന് ചെയ്യും. അടുത്ത എഴുതിക്കോ. കൺസിഡർ ദ ഇന്റർഫറൻസ്. കൺസിഡേർഡ്. കിട്ടാത്തവരത് കണ്ടിന്യൂ ചെയ്തോട്ടെ. ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല, പയ്യെ ചെയ്താൽ മതി. പക്ഷേ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. കൺസിഡേർഡ് the interference between two sources of intensities I and 4i. Intensities I and 4i. What will be the intensity? At the points. What will be the intensity at the point where the phase difference is π/2. ഒന്നുകൂടെ പറയാം. Consider the interference between two sources of intensities I and 4i. What will be the intensity at the points where the phase difference is π/2? Just try ചെയ്ത് നോക്കുക. ഇക്വേഷൻ ഏതെങ്കിലും പഠിച്ചതിനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാന്ന് നോക്ക്. ഹിന്റ് എന്തെങ്കിലും വേണമല്ലോ, ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ നമ്മള് ആംപ്ലിറ്റ്യൂഡ്, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കേസ് നോക്കിക്കേ, ഇന്റൻസിറ്റി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മള് നോക്കിക്കേ, ശ്രദ്ധിച്ചിട്ട് പറയാം. ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മള് അതായത് നമുക്ക് ഇപ്പൊ ഡബിൾ സ്ലിറ്റ്, സിംഗിൾ സ്ലിറ്റ്, ആ കാര്യങ്ങളൊന്നും അല്ല വേണ്ടത്. അപ്പൊ മാക്സിമം മിനിമം അതൊന്നും ഇവിടെ വരുന്നില്ല. ഇപ്പൊ ഇന്റൻസിറ്റി പറയാനാണെങ്കിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചായിരുന്നു. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചപ്പോ നമ്മൾ y = സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താ പഠിച്ചത് നമ്മള്? The resultant displacement at any point is the vector sum of displacement of the individual wave. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് ഫൈനൽ നമ്മൾ എവിടെ എത്തി? A √of എന്തെന്നും പറഞ്ഞെത്തി? a1² + a2² + 2a1 a2 cos φ. ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയില്ലേ? ഇത് ഓർക്കുന്നുണ്ടല്ലോ. ഇനി ഇത് തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു. a², നന്ദന ഒന്ന് ആലോചിച്ച് പറയാം കേട്ടോ. a² is directly proportional to what? I. a² is directly proportional to I ആണ്. അങ്ങനെയാണെങ്കിൽ a സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a² = a1². ഇത് സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ എന്തായി? റൂട്ട് പോയി. അപ്പൊ എന്താ? a1² + a2² + 2a1 a2 cos φ. അപ്പൊ a² is directly proportional to I ആണെങ്കിൽ നമുക്ക് I = എന്തെന്ന് എഴുതാം? I = എന്തെന്ന് എഴുതാം? I1² + I2² + അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അത് സോൾവ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. I1² അല്ല, ഇതിൽ തന്നെ അങ്ങ് കൊടുത്താൽ മതി. ഇതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങ് സോൾവ് ചെയ്യുക. I = a1² + a2². അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്തൊക്കെയായിരിക്കും? a² is directly proportional to I ആണ് അല്ലെ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇന്റൻസിറ്റി നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? I. സെക്കൻഡ് ഇന്റൻസിറ്റി 4i അല്ലേ തന്നിരിക്കുന്നത്? അപ്പൊ ഫസ്റ്റ് വൺ a²ന് I = a1ന്റെ പ്ലേസിൽ, a1² പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? I കൊടുക്കാം. a2² പ്ലേസിൽ എന്ത് കൊടുക്കാം? 4i കൊടുക്കാം. ഓക്കെ, ഡയറക്റ്റ് ആണെന്നേക്കുന്നത്. a² ആണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, a സ്ക്വയർ ആണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. അപ്പൊ a1² പ്ലേസിൽ I കൊടുക്കുക, a2² പ്ലേസിൽ 4i കൊടുക്കുക. അപ്പൊ എന്ത് വരും? സോൾവ് ചെയ്തിട്ട് എത്രയാന്ന് പറയേ. ടേം പോയി. ഇതല്ലേ ഈ ടേം അല്ലേ? ഇത് ഫുള്ള് പോയി. ബാക്കി അപ്പൊ എന്താണ്? I =
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് in a Young's double slit experiment while using a source of light of wavelength 5 into 10 raised to minus 7 meter, 5 into 10 raised to minus 7 meter. The fringe width obtained is 0.6 centimeter. If the distance between the slit and the screen is reduced to half, calculate the new fringe width. ക്വസ്റ്റ്യൻ നോക്കിയേ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾക്ക് അറിയാത്തവർക്കായിരിക്കും ചെയ്യാൻ പറ്റുമല്ല, അറിയില്ലെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. അത് തന്നെ മതി ഇവിടെ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വൈൽ യൂസിങ് എ സോഴ്സ് ഓഫ് ലൈറ്റ്, ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴുള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു 5 into 10 raised to minus 7 മീറ്റർ ആണ് വേവ് ലെങ്ത് പറഞ്ഞിരുന്നത്. ആൻഡ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് ഒബ്റ്റെയിൻഡ് ഈസ് 0.6. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഏത് ലെറ്റർ ഡിനോട്ട് ചെയ്യുക? ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു 0.6 സെന്റിമീറ്റർ. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? ഇത്രയും കേസ് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് ദ സ്ക്രീൻ ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്, കാൽക്കുലേറ്റ് ദ ന്യൂ ഫ്രിഞ്ച് വിഡ്ത്ത്. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പഴയ കേസിലുള്ളത് കണ്ടുപിടിച്ച് വെക്കാം, അത് കഴിഞ്ഞിട്ട് പുതിയ കേസിലേക്ക്. അപ്പൊ ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ആദ്യം ഒരു വേവ് ലെങ്ത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഒരു ഫ്രിഞ്ച് വിഡ്ത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ സോഴ്സ് അല്ലെങ്കിൽ സ്ലിറ്റ് റെഡ്യൂസ് ടു ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് 0.6 into 10 raised to minus 2, അതിനെ ഞാൻ 6 into 10 raised to minus 3 മീറ്റർ എന്ന് മാറ്റി. ഇനി നമുക്ക് പഴയ വേവ് ലെങ്ത്തിന്റെ പഴയ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ കേസ് ആദ്യം നമുക്ക് മാറ്റാം. ഓക്കെ, പഴയ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താ വരിക? ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ഇവിടെ നിന്ന് ഞാൻ ഈ ലാംഡയാണ്, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ശ്രദ്ധിച്ച്. എന്തൊക്കെ ക്വാണ്ടിറ്റീസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? ലാംഡ തന്നിട്ടുണ്ട്, ബീറ്റ തന്നിട്ടുണ്ട്, വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഈ കേസിൽ ഫസ്റ്റ് കേസ് ഞാൻ പറയുന്നത് പുതിയതിലേക്ക് പോയിട്ടില്ല. റെഡ്യൂസ് ടു ഹാഫ് എന്താവും നമുക്ക് അറിയത്തില്ല, അത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഫസ്റ്റ് ഈ സ്റ്റേജ് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ ലാംഡേനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ ബീറ്റ ബൈ ലാംഡ ഈക്വൽ ടു ഡി ബൈ ഡി. ഓക്കെ, അപ്പൊ ബീറ്റ ബൈ ലാംഡ ചെയ്യുമ്പോൾ നമുക്ക് ഡി ബൈ ഡി എന്താന്ന് കിട്ടും. അത് ജസ്റ്റ് കണ്ടുപിടിച്ച് വെക്കുക. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന കണ്ടന്റിൽ നിന്ന് ഡി ബൈ ഡി എന്താന്ന് നമുക്ക് ആദ്യം ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. തന്നിരിക്കുന്ന കണ്ടന്റിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് മാത്രം റെഡ്യൂസ് ടു ഹാഫ് ആവുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പൊ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ബീറ്റ ബൈ ലാംഡ, ബീറ്റയുടെ വാല്യൂ എത്ര പറഞ്ഞിരിക്കുന്നത്? 5 into 10 raised to minus 7 divided by 6 into 10 raised to minus 3. ഓക്കെ, അപ്പൊ എന്ത് വന്ന് തിരിഞ്ഞുപോയോ? തിരിഞ്ഞുപോയി. ബീറ്റ ബൈ ലാംഡ അല്ലേ, വേണ്ട സോറി. ബീറ്റയുടെ വാല്യൂ എന്താ വരിക? ഇതല്ലേ വരിക, 6 into 10 raised to minus 3 divided by അപ്പൊ എന്ത് വന്ന് 1.2 into 10 raised to എത്രയായി? -7 പൊക്കത്തേക്ക് വരുമ്പോഴത്തേക്കും +7 ആയി. -3 + 7 4. ഇത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പുതിയ കേസ് കണ്ടുപിടിക്കാം. പുതിയ കേസിൽ എന്തായിരിക്കും സംഭവിക്കുക? പുതിയ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂ ഫ്രിഞ്ച് വിഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ന്യൂ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ കണ്ടീഷൻ എന്താ അവർ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ ന്യൂ ഫ്രിഞ്ച് വിഡ്ത്ത്, then
The distance between the slit and the source is slit and the screen is reduced to half. അതായത് ഫസ്റ്റ് അവർ പറഞ്ഞ കേസിൽ നിന്ന് ഞാനൊരു കൺക്ലൂഷൻ എത്തി നിർത്തി. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റും സ്ക്രീനും റെഡ്യൂസ് ടു ഹാഫ് ആയി കഴിയുമ്പോൾ നമ്മുടെ ന്യൂ ഫ്രിഞ്ച് വിട്ട് എന്താണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ബീറ്റ ഡാഷ് ഈക്വൽ ടു ലാംഡ ഡി. ഡിയുടെ പ്ലേസിൽ എന്താവും? അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഇതാണ് നമ്മുടെ സ്ലിറ്റ് എന്ന് വിചാരിക്കുക, ഇതാണ് സ്ക്രീൻ എന്ന് വിചാരിക്കുക. ഈ ഡിസ്റ്റൻസ് ആണ് എന്താകും അവർ പറഞ്ഞേക്കുന്നത്, റെഡ്യൂസ് ടു ഹാഫ് ആകും എന്ന് പറഞ്ഞേക്കുന്നത്. മാറിപ്പോരുത്. സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ഡിയും അതുപോലെ തന്നെ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ ഡി. അപ്പൊ ന്യൂ ഫ്രിഞ്ച് വിട്ട് കണ്ടുപിടിക്കേണ്ട കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ ന്യൂ ഫ്രിഞ്ച് വിട്ട് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ സ്ലിറ്റ് റെഡ്യൂസ് ടു ഹാഫ്. അത് ഹാഫ് ആവുമ്പോൾ ഉള്ളത്. അപ്പൊ ഡിയുടെ പ്ലേസിൽ എന്താവും? d/2 ഡിവൈഡഡ് ബൈ d. അപ്പൊ ബീറ്റ ഡാഷ് ഈക്വൽ ടു എന്ത് വന്ന ലാംഡ d/2d. ബീറ്റ ഡാഷ് ഈക്വൽ ടു, ഇതിൽ നമുക്ക് എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? ഇവിടെ എന്താ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? d/d വാല്യൂ. ബീറ്റ ബൈ ലാംഡ ഈക്വൽ ടു d/d. d/d വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. 1.2 into 10⁴ മീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബീറ്റ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ലാംഡ ഇൻറ്റു 1.2 into 10⁴ ഡിവൈഡഡ് ബൈ 2. സോൾവ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ വരും. മനസ്സിലായില്ലെങ്കിൽ പറയണോ കേട്ടോ. ആ ലാംഡക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ലാംഡ തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനില്. ആ 3 into 10⁻³ കിട്ടിയാ? എത്ര കിട്ടിയ ആൻസർ? ആ ബാക്കിയുള്ളവർക്ക് കിട്ടിയാ? ഇത്രയും ഞാൻ ചെയ്ത് അത് സോൾവ് ചെയ്ത് സിമ്പിൾ ആക്കി സോൾവ് ചെയ്യാനേ ഉള്ളു. ഇവിടം വരെ എത്തിക്കണം കൊണ്ടുവന്നപ്പോ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോ പറയുന്നത് എന്താ പറയാ, ഇപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് സ്ക്രീൻ അത് റെഡ്യൂസ് ടു ഹാഫ് ആകുന്നതിന് പകരം തന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ആ സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായി മാറാം? ഹാഫ് ആയിട്ട് മാറുന്ന കേസും വരാം. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കിക്കോളാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന തന്നെ ക്വസ്റ്റ്യൻ എല്ലാം വരുള്ളൂ. എഴുതിക്കോ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് the slits are separated by, in a Young's double slit experiment the slits are separated by 0.28 millimeter 0.28 millimeter. In a Young's double slit experiment the slits are separated by 0.28 millimeter and the screen is placed 1.4 meter away. 1.4 meter away. The distance of the fourth bright fringe. The distance of the fourth bright fringe is measured to be 1.2 centimeter. 1.2 centimeter. Determine the wavelength of the light used. Determine the wavelength of the light used.
ഇത് സിമ്പിൾ ആ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത് കഴിഞ്ഞ് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിലും. നോക്കാം. 0.06 into 10 raised to minus 5, 6 into 10 raised to 0.6 into 10 raised to minus. ഓക്കെ, ബോധമുണ്ട്. ഇതല്ല, പറഞ്ഞുതരാം. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട കേട്ടാ, സ്വന്തമായിട്ട് ചെയ്യും. ഞാൻ നോക്കാം, കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നോളാം. അടച്ചു വെച്ചേ, കിട്ടിയല്ല അടച്ചു വെക്ക്. ഞാൻ നോക്കാം ഓരോരുത്തരുടെ. കിട്ടിയില്ലേ? നിനക്ക് ഇവനും സെയിം ആണല്ലോ കിട്ടിയത്. അല്ല, ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഡിസ്റ്റൻസ് ഓഫ് ദ ഫോർത്ത് ഫ്രിഞ്ചിന്റെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പൊ x1 എന്ന് പറയുമ്പോൾ n ലാംഡ d ബൈ ഡി, x2 എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതിയില്ലേ n ലാംഡ d ബൈ ഡി. അപ്പൊ x2 എന്ന് പറയുമ്പോഴത്തേക്കും സെക്കൻഡ് ഫ്രിഞ്ചിന്റെ ആ ഒരു വിട്ടാണ് പറഞ്ഞേക്കുന്ന ഡിസ്റ്റൻസ്, ആ വിട്ടാ പറഞ്ഞേക്കുന്ന 2 ലാംഡ d ബൈ ഡി. ഓക്കെ, ഇനി തേർഡ് എന്ന് പറയുമ്പോൾ എന്തോരം 3 ലാംഡ d ബൈ ഡി. ഫ്രിഞ്ച് വിട്ട് അല്ലെങ്കിൽ ബാൻഡ് വിട്ട് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫ്രിഞ്ച് എന്ന് പറയും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കുമാണ് നിനക്ക് കിട്ടുന്ന ബീറ്റ ഈക്വൽ ടു 2 ലാംഡ d ബൈ ഡി മൈനസ് 1 ലാംഡ d ബൈ ഡി ചെയ്യുമ്പോഴാണ് നിനക്ക് ലാംഡ d ബൈ ഡി എന്ന് കിട്ടണത്. പക്ഷെ ഇവിടെ അതല്ല വേണ്ടത്. ഇവിടെ അവർ ഡയറക്റ്റ് പറഞ്ഞേക്കുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച്. ഫോർത്ത് ഫ്രിഞ്ചിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഇക്വേഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ x4ന്റെ ഇക്വേഷൻ എന്താവും? x4 ഈക്വൽ ടു എന്ത് വരും? 4 ലാംഡ d ബൈ ഡി. ഇതാണ് ഇവിടെ തന്നേക്കണം. ഇതിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. x4ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ടല്ല, d തന്നിട്ടുണ്ട്, ലാംഡ കണ്ടുപിടിക്കാം. ഞാൻ സോൾവ്. ഇത് കറക്റ്റാ. ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയാൽ മതി, ഞാൻ ഏതായാലും കുഴപ്പമില്ല. പറഞ്ഞുതരാം. അല്ല, എന്താ മനസ്സിലായ? അത് എന്താ നിനക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഡിസ്റ്റൻസ് ഓഫ് ദ ഫോർത്ത് ഫ്രിഞ്ച് എന്നാ പറഞ്ഞത്. ഞാൻ വരാട്ടോ, നീ നോക്കിയോ. ഡിസ്റ്റൻസ് ഓഫ് ദ ഫോർത്ത് എന്നാ പറഞ്ഞത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. അപ്പൊ നമുക്ക് കുറെ ഉണ്ട്. x1 എന്ന് പറയുന്നത് നമുക്ക് n ലാംഡ d ബൈ ഡി. x1 എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ 1, x2 എന്ന് പറയുമ്പോഴത്തേക്കും 2 ലാംഡ d ബൈ ഡി, x3 എന്ന് പറയുമ്പോൾ 3 ലാംഡ d ബൈ ഡി. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫ്രിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഇപ്പൊ 3 ലാംഡ d ബൈ ഡി മൈനസ് 2 ലാംഡ d ബൈ, അപ്പൊ നമുക്ക് ലാംഡ d ബൈ ഡി എന്ന് കിട്ടും അല്ലേ? പക്ഷെ അതല്ല ഇവിടെ വേണ്ടത്. ഇവർ ഡയറക്റ്റ് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഫോർത്തിന്റെ ഇക്വേഷനിലേക്ക് പോവാം. x4 ഈക്വൽ ടു n ലാംഡ d ബൈ ഡി. ഇവിടെ ഫോർത്ത് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? x4 ഈക്വൽ ടു 4 ലാംഡ d ബൈ ഡി. ഇവിടെ നിന്ന് വേണം സോൾവ് ചെയ്യാൻ. കിട്ടിയായിരുന്നു ആൻസർ? വാ, 24 ആണോ കിട്ടിയത് നിനക്ക്? അപ്പൊ തെറ്റാവാ. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് ഓരോ ഫ്രിഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അനുസരിച്ച് x1 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച എങ്ങനെ കണ്ടീഷൻ ഫോർ അപ്പൊ n ലാംഡ d ബൈ ഡി എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പൊ x1 എന്ന് പറയുമ്പോൾ എന്റെ വാല്യൂ എന്താ? 1. x2 എന്ന് പറയുമ്പോൾ എന്തായി? 2 ലാംഡ d ബൈ ഡി. x3 എന്ന് പറയുമ്പോൾ
3 ലാംഡ ഡി ബൈ ഡി. x4 4 ലാംഡ ഡി ബൈ ഡി. ക്വസ്റ്റ്യനിൽ നേരത്തെ രണ്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ഡയറക്റ്റ് ആണ് അവർ പറഞ്ഞേക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ എന്താ, ഇത് ഫസ്റ്റ് ഫ്രിഞ്ച്, ഇത് സെക്കൻഡ് ഫ്രിഞ്ച്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് x2 മൈനസ് x1 ഈക്വൽ ടു 2 ലാംഡ ഡി ബൈ ഡി മൈനസ് ലാംഡ ഡി ബൈ ഡി. ഇത് ചെയ്തപ്പോഴാണ് നമുക്ക് ലാംഡ ഡി ബൈ ഡി എന്ന് പറയുന്ന ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി കിട്ടിയത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്. അതിൽ അവർ ഡയറക്റ്റ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അവർ ബാൻഡ് വിഡ്ത്തിന്റെ കേസും പറഞ്ഞിട്ടില്ല, അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫ്രിഞ്ച് എന്ന് പറഞ്ഞിട്ടുമില്ല. ഇവിടെ അവർ പറഞ്ഞേക്കുന്ന ആകെ കാര്യം ഡിസ്റ്റൻസ് ഓഫ് ദ ഫോർത്ത് ഫ്രിഞ്ച് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആരെയാ നമ്മൾ എടുക്കേണ്ടത്? ഫോർത്ത് മാത്രം എടുത്താൽ മതി. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? x4 ഈക്വൽ ടു 4 ലാംഡ ഡി ബൈ ഡി. x4ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡിയുടെ വാല്യൂ ഉണ്ട്, ഡിയുടെ വാല്യൂ ഉണ്ട്. ലാംഡ കണ്ടുപിടിക്കാം. വേഗം കണ്ടുപിടിച്ചേ. എവിടെ ഐശ്വര്യൊക്കെ കിട്ടിയാ? മതിയായിരുന്നു, പക്ഷെ മന്ന വഴി മനസ്സിലാവണ്ടേ. എന്താന്നറിയില്ല, രണ്ടുപേർക്കും സെയിം മിസ്റ്റേക്ക്. ബാക്കി ആർക്കും കിട്ടിയില്ല ആൻസർ. മനപ്പൊരുത്തം. മനസ്സിലായോ എങ്ങനെ വന്നതെന്ന്? മനസ്സിലായല്ലോ. 6 ആണെങ്കിൽ 6 × 10⁻⁻7 വരും, അല്ലെങ്കിൽ 0.6 × 10⁻6 എന്ന് വരും. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എവിടെയോ വന്നിട്ടുണ്ട്. ബീറ്റ അല്ല എടുക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. സാൻസിന് മനസ്സിലായില്ലെങ്കിൽ നോക്കിക്കോട്ടാ, തനീഷ നോക്കിക്കോ മനസ്സിലായില്ലെങ്കിൽ. അതായത് ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫ്രിഞ്ച് എന്ന് അവർ പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് കിട്ടുന്ന പാറ്റേൺ ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ രണ്ട്, ഇത് ഡാർക്ക്, ഇത് ലൈറ്റ്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ ഇവര് തമ്മിലുള്ള ഇവരുടെ രണ്ട്, ഇയാൾക്കൊരു മാക്സിമം ഉണ്ട്, അതുപോലെ ഇയാൾക്കൊരു മാക്സിമം ഉണ്ട് അല്ലെങ്കിൽ മിനിമം ഉണ്ട്. ഇവര് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി എന്ന് പറയും. ഇതെങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ x1 ഈക്വൽ ടു n ലാംഡ ഡി ബൈ ഡി. ഫസ്റ്റ് വണ്ണിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ലാംഡ ഡി ബൈ എന്നിന്റെ വാല്യൂ 1. ഇതുപോലെ തന്നെ മിനിമക്ക് വേറെ ഇക്വേഷൻ ഉണ്ട്, 2n - 1 ലാംഡ ഡി ബൈ ഡി ഉണ്ട്. അത് വേറെ, അതായത് ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടുപോകും. ഇപ്പൊ ഞാൻ തൽക്കാലം ഇത് മാത്രമാണ് പറയുന്നത്. അപ്പൊ എന്നിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ x1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ലാംഡ ഡി ബൈ ഡി എന്ന് കിട്ടി. x2 ഈക്വൽ ടു അപ്പൊ എന്ത് വരും? 2 ലാംഡ ഡി ബൈ ഡി. x3 ഈക്വൽ ടു 3 ലാംഡ ഡി ബൈ ഡി. x4 ഈക്വൽ ടു 4 ലാംഡ ഡി ബൈ ഡി. ഇനി ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫ്രിഞ്ച് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബാൻഡ് വിഡ്ത്ത് ബീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ഇത് എങ്ങനെയാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ണിന്റെ ഇക്വേഷൻ, ഇതാണ് സെക്കൻഡ് വണ്ണിന്റെ ഇക്വേഷൻ, ഇതാണ്. ഇവര് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എഴുതാനാണെങ്കിൽ 2 ലാംഡ ഡി ബൈ ഡി മൈനസ് 1 ലാംഡ ഡി ബൈ ഡി. ഇത് സോൾവ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ലാംഡ ഡി ബൈ ഡി കിട്ടിയത്. ഇനി വേറെ ഏതെങ്കിലും എടുത്ത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ത് തന്നെയാ? ലാംഡ ഡി ബൈ ഡി എന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതല്ല, പക്ഷെ ഇവര് പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ ഫോർത്ത് ഫ്രിഞ്ച്. അതായത് ഫോർത്ത് ഫ്രിഞ്ചിന്റെ കാര്യം മാത്രമാണ് ഇവര് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇക്വേഷൻ ഏതെടുക്കുക? x4 ഈക്വൽ ടു, ഇക്വേഷൻ കറക്റ്റ് എടുത്തേക്കുന്നത് മനസ്സിലാക്കി എടുത്താൽ മതി, 4 ലാംഡ ഡി ബൈ ഡി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? x4 തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്, ലാംഡ കണ്ടിരിക്കുക. സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ്, എവിടെയോ ചെറിയൊരു എറർ വന്നതാണ്. രണ്ടത് 6 × 10⁻⁷ അല്ലെങ്കിൽ 0.6 എന്തോ മിസ്റ്റേക്ക് ഒന്ന് നോക്കിയാൽ മതി. മീറ്റർ കേട്ടോ ഇതാണേ കിട്ടേണ്ടത്. അതിഥിക്ക് ആൻസർ കിട്ടിയാടാ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാനാണ്, കിട്ടാത്തവർ ശ്രദ്ധിച്ചോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ, കിട്ടാത്തവർക്ക് വേണ്ടി. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ?
ഇന്ന യങ്സ് അനീഷയൊക്കെ ക്യാൻസർ കിട്ടിയായിരുന്ന കിട്ടി. എന്നാലും ശ്രദ്ധിച്ചോട്ടോ. ഇന്ന യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ദ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ 0.28 millimeter. അപ്പൊ സ്ലിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 0.28 millimeter. അതിഥി കാണുന്നുണ്ടോ? അതിഥി ക്യാമറ ഓൺ ചെയ്തടാ, നോക്കിക്കോട്ടോ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ദ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ 0.28 millimeter. അപ്പൊ നമുക്ക് സ്ലിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 0.28 millimeter എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 1.4 away. അപ്പൊ സ്ക്രീൻ വെച്ചിരിക്കുന്നത്, ഇത് സ്ലിറ്റ് ആണെങ്കിൽ സ്ക്രീൻ വെച്ചിരിക്കുന്നതിന്റെ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 1.4 ഡിഫറൻസിലാണ് സ്ക്രീൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡി ഈസ് ഈക്വൽ ടു 1.4 മീറ്റർ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഈസ് മെഷർഡ് ടു ബി 1.2 സെന്റിമീറ്റർ. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് ദ ഫോർത്ത് ഫ്രിഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, നമുക്ക് പാറ്റേൺ കിട്ടിയത് ഇങ്ങനെയാണ് നമുക്ക് പാറ്റേൺ കിട്ടിയത്. അപ്പൊ ഒരെണ്ണത്തിന്റെ x1 എന്ന് പറയുന്നത് n ലാംഡ d ബൈ d ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ x1 ഈക്വൽ ടു 1 ഇൻറ്റു ലാംഡ d ബൈ d. ഓക്കെ, x2 എന്ന് പറയുന്നത് സെക്കൻഡ് വണ്ണിന്റെ കേസ് ആണെങ്കിൽ x2 ഇസ് ഈക്വൽ ടു 2 ലാംഡ d ബൈ d. x3 ഈക്വൽ ടു 3 ലാംഡ d ബൈ d. ഓക്കെ, നമ്മളോട് ഡയറക്റ്റ് ബാൻഡ് വിഡ്ത്ത് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫ്രിഞ്ച് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷൻ ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ d ബൈ d എന്ന് എടുക്കായിരുന്നു. ഇത് എങ്ങനെയാ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എവിടെ നിന്നാ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫ്രിഞ്ച്, രണ്ട് ഫ്രിഞ്ച് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതിപ്പോ സെക്കൻഡ് ഫ്രിഞ്ച് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ സെക്കൻഡ് ഫ്രിഞ്ച് ബീറ്റ ഇസ് ഈക്വൽ ടു x2 മൈനസ് x1 ചെയ്തപ്പോഴാണ് നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇവിടെ ഇക്വേഷൻ അല്ല വേണ്ടത്, ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ബീറ്റ ഇസ് ഈക്വൽ ടു x2ന്റെ വാല്യൂ n ലാംഡ d ബൈ d മൈനസ് x1ന്റെ വാല്യൂ ലാംഡ d ബൈ d. ഇത് സോൾവ് ചെയ്തപ്പോഴാണ് നമുക്ക് ലാംഡ d ബൈ d എന്ന് പറയുന്ന ഈ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റിയത്. ഇവിടെ പക്ഷേ ഡിഫറൻസ് പറഞ്ഞിട്ടില്ല, ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫ്രിഞ്ച് എന്നോ ബാൻഡ് വിഡ്ത്ത് എന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവര് ഡയറക്റ്റ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ ഫോർത്ത് ഫ്രിഞ്ച് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫോർത്ത് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്രിഞ്ചിനെ നമുക്ക് കിട്ടി, സെക്കൻഡ് ഫ്രിഞ്ച് 2 ലാംഡ d ബൈ d, തേർഡ് ഫ്രിഞ്ച് 3 ലാംഡ d ബൈ d. അപ്പൊ ഫോർത്ത് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? x4 ഈക്വൽ ടു 4 ലാംഡ d ബൈ d. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. 4 ലാംഡ d is equal to x4 into d. ലാംഡ ഈക്വൽ ടു x4 d by 4d. ഇത് അങ്ങ് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടിയത്? 6 into 10 raised to minus 7 അല്ലേ കിട്ടിയത്? ഓക്കെ, ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി കേട്ടോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക, വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. x4 എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, x4 ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. x4 ഈക്വൽ ടു 1.2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക? 1.2 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1.2 into 10 raised to minus 2 ഇൻറ്റു ഡിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായി 0.28 millimeter. അപ്പൊ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇൻറ്റു 10 raised to minus 3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഡിയുടെ വാല്യൂ എത്ര തന്നേക്കുന്നത്? 1.4 മീറ്റർ. സോൾവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്യുക. 0.32 എന്ത് വന്ന് 0.06 ഇൻറ്റു 10 raised to minus 5 മീറ്റർ. ഓക്കെ, അടുത്ത ചാപ്റ്റർ നമുക്ക് ജസ്റ്റ് തുടങ്ങി വെക്കാം. എന്തായാലും ജസ്റ്റ് തുടങ്ങി വെക്കുന്നുള്ളൂ. മറ്റേ പാസ് ചെയ്തു.
ഓക്കെ, ശ്രദ്ധിച്ചേ. ജസ്റ്റ് കുറച്ചു നേരം ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നേ ഉള്ളൂ. സെമി കണ്ടക്ടർ എടുക്കാൻ തുടങ്ങി വെക്കാൻ പോണേ. ജസ്റ്റ് അടച്ചു വെച്ചിരിക്കണല്ലേ, കുഴപ്പമില്ല. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുക? സെമി കണ്ടക്ടർ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. തിയറി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, പ്രോബ്ലംസ് ഇല്ല, ഒരു പ്രശ്നവും ഇല്ല പഠിക്കാൻ. ജസ്റ്റ് കേട്ടിരുന്നാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെയാ പറയുന്നുണ്ടെന്ന്. ക്ലാസ് മിസ്സാവാതിരുന്നാൽ മതി, ചാപ്റ്ററിന്റെ കൂടെ അങ്ങ് കേട്ടിരുന്ന് പോയിക്കോളും. ഓക്കെ, സെമി കണ്ടക്ടർ ആ വേർഡിൽ തന്നെ പറയാം. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യാം? സെമി കണ്ടക്ടർ. അപ്പൊ എന്തായിരിക്കും പറയാ? കുറച്ച് കറക്റ്റാ, നീ പറയുന്നത് കറക്റ്റാ. കുറച്ച് കണ്ടക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയാ? കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? നന്നായിട്ട് പാസ് ചെയ്ത് വിടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കണ്ടക്ടേഴ്സ് എന്ന് പറയാ. ഇനി ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻ ചെയ്യാ? കടത്തി വിടാത്തത്, അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോവാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം. ഈ ഇൻസുലേറ്റേഴ്സിന്റെയും കണ്ടക്ടേഴ്സിന്റെയും ഇടക്ക് തന്നെ കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റിയുടെ റേഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ഇടയിൽ കണ്ടക്ടിവിറ്റി വരുന്ന സബ്സ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇനി സെമി കണ്ടക്ടേഴ്സ് എവിടേക്കായിരിക്കും യൂസ് ചെയ്യുക? എന്തിനു വേണ്ടിയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് പഠിക്കുക? അല്ലെങ്കിൽ എവിടേക്കാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക? എവിടേക്കായിരിക്കും? ഇലക്ട്രോണിക് സർക്യൂട്ട്സിലൊക്കെ ഈ സെമി കണ്ടക്ടർ ആണ് വരുന്നത്. ഈ IC ചിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടിട്ടില്ലേ എങ്ങനെയായിരിക്കുന്നെന്ന്? ഞാൻ അടുത്ത ക്ലാസ്സിൽ കൊണ്ടത് കാണിച്ചു തരാം. IC കാണിച്ചു. അപ്പൊ IC ചിപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണ് എന്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരിക? ഈ പറയുന്ന സെമി കണ്ടക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എഴുതി വെച്ചോ. സെമി കണ്ടക്ടർ it is the building block of all electronic devices. അടുത്തത് its conductivity lies between conductors and insulators. Its conductivity lies between conductors and insulators. Conductors എന്താന്നൊക്കെ എഴുതി വെക്കണം. Conductors എന്താ? It conduct easily. മറ്റേതെന്ന് പറയുമ്പോൾ എന്താ? ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ എന്താ? It does not conduct easily. ഇപ്പൊ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി എന്തായിട്ടേക്ക് ഒരു മോഡറേറ്റ് ആയിട്ട് നിൽക്കും. അതായത് നന്നായിട്ട് കടത്തി വിടത്തില്ല, എന്നാൽ ഒട്ടും കടത്തി വിടത്തില്ല എന്ന് പറയാനും പറ്റത്തില്ല. ഇടക്ക് നിൽക്കുന്നതാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ബേസ് ആയിട്ട് സെമി കണ്ടക്ടർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ സിലിക്കൺ പറയാം, ജെർമേനിയം പറയാം. ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം? സെമി കണ്ടക്ടറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഓൾ ഇലക്ട്രോണിക് ഡിവൈസസ്. ഇലക്ട്രോണിക് ഡിവൈസസിന്റെ എല്ലാം ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എല്ലാത്തിന്റെയും ഈ ചെറിയ ചെറിയ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എല്ലാം ഇല്ല, അതിലുള്ള IC ചിപ്പ്, ഇതെല്ലാം എന്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്? ഈ പറയുന്ന സെമി കണ്ടക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട്. എന്നാൽ വലിയ സെമി കണ്ടക്ടർ അല്ല, ചെറിയൊരു യൂസ് അതിൽ വരുന്നുണ്ട്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലായിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് വലിയ വലിയ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളത്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. തൽക്കാലം എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇതിന്റെ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഇനി പല ടൈപ്പ് സെമി കണ്ടക്ടറെ പറ്റി ഇനി ബേസിക് ആയിട്ട് ഐഡിയ പറയാനാണെങ്കിൽ നമുക്ക്, അതായത് ഈ സെമി കണ്ടക്ടറിന്റെ വാലൻസ് ബാൻഡ് എങ്ങനെയാ വരുന്നത്, എനർജി ബാൻഡ് എങ്ങനെയാ വരുന്നത്. അതായത് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിനെ പറ്റി പഠിക്കാനല്ല. നമുക്ക് അതുപോലെ സെമി കണ്ടക്ടർ ഇപ്പൊ സിലിക്കണിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ജെർമേനിയത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിനെപ്പറ്റി സ്ട്രക്ചർ പഠിക്കുക, അവരുടെ ഇലക്ട്രോൺ ഷെയറിംഗ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ അതിന്റെ വാലൻസ് ബാൻഡ് എങ്ങനെയാണ്, എനർജി ബാൻഡ് എങ്ങനെയാണ്, പിന്നെ കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, കണ്ടക്ടേഴ്സിന്റെ എനർജി ബാൻഡ് എങ്ങനെ ഇരിക്കും, അതുപോലെ വാലൻസ് ബാൻഡിന്റെ എനർജി ബാൻഡ് എങ്ങനെ ഇരിക്കും, ഇൻസുലേറ്റേഴ്സിന്റെ എനർജി ബാൻഡ് എങ്ങനെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിനെ തന്നെ നമുക്ക് ഡോപ്പിംഗ് എന്താണെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം ഞാൻ ജസ്റ്റ് പറയുന്നു എന്നുള്ളൂ. നമ്മൾ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. വാട്ട് ഈസ് സെമി കണ്ടക്ടർ, അതൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ.
അത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. ഡോപ്പിംഗ് എന്താണ്, പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. ഇതെല്ലാം ഭയങ്കര സിമ്പിളാ. പക്ഷെ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. നോട്ട് പോലും എഴുതിയില്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ശ്രദ്ധിച്ചിരിക്കുക, കേട്ടിരുന്നാൽ മാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ഇത്. തിയറിയാന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമേ പ്രോബ്ലം ഒന്നും വരില്ല എന്ന് നമുക്ക് പറയാം. എന്നാലും എവിടെന്നോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് ഇതിൽ ചെറുതായിട്ട്. ഏതോ ഒരു വർഷം ഞാൻ കണ്ടിട്ടുണ്ടോ, ഒന്നും വന്നില്ലെന്നല്ല, എവിടെന്നോ ഒരു പ്രോബ്ലം വന്ന് കണ്ടിട്ടുണ്ട് ഇതിൽ. അതായത് എനർജി ഗ്യാപ്പിന്റെ എനർജി ബാൻഡിനെ എന്തോ ചോദിച്ചു. ഈ വർഷം കഴിഞ്ഞ വർഷം ഒന്നല്ല, വന്നിട്ടുണ്ട്. ഫുൾ തിയറി ചാപ്റ്റർ ആണ്, എന്നാലും കുഴപ്പമില്ല, പഠിക്കാൻ പറ്റും. വീട്ടിലിരുന്നായാലും വായിച്ചു പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ. സാറ ഒന്ന് ഓഫ് ചെയ്യോ?